കഴിഞ്ഞ തവണ വെറും 60 സീറ്റുണ്ടായിരുന്ന ഒരു പാർട്ടി ഇത്തവണ 1000-നടുത്ത് സീറ്റുകൾ നേടി ഭരണം പിടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സുഹൃത്തുക്കളെ? പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വൻ ഭൂകമ്പമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ തൂത്തുവാരിയ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ നിലംപരിശാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഒരു വൺ മാൻ ഷോ നടത്തിയിരിക്കുകയാണ്. വെറും 5 വർഷം കൊണ്ട് പഞ്ചാബിലെ തദ്ദേശ ഭരണം എങ്ങനെയാണ് മാറിമറിഞ്ഞത് എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് പോകാം. കഴിഞ്ഞ തവണ, അതായത് 2021-ൽ കോൺഗ്രസ് സംസ്ഥാനം ഭരിച്ചിരുന്നപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ അവർ 1414 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെയാണ് ഭരണം പിടിച്ചത്. അന്ന് ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ ആകെയുണ്ടായിരുന്നത് വെറും 60 സീറ്റുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ കഥ ആകെ മാറിമറിഞ്ഞു. ഇത്തവണത്തെ റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസിന്റെ കോട്ടകളെല്ലാം തകർത്ത് ആം ആദ്മി പാർട്ടി 958 സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നു. അതായത് 898 സീറ്റുകളുടെ വൻ ലാഭം. അതേസമയം കോൺഗ്രസിനാകട്ടെ 1000-ലധികം സീറ്റുകൾ നഷ്ടപ്പെട്ട് വെറും 390 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണ തകർന്നടിഞ്ഞ ബിജെപി ഇത്തവണ 170 സീറ്റുകളിലേക്ക് വളർന്ന് തങ്ങളുടെ ശക്തമായ തിരിച്ചുവരവ് അറിയിച്ചിട്ടുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഭഗവന്ത് മാൻ സർക്കാരിനുള്ള ജനങ്ങളുടെ ശക്തമായ ഒരു അംഗീകാരമായി മാറിയിരിക്കുകയാണ് ഈ റിസൾട്ട്. പഞ്ചാബിലെ ഈ വൻ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അത് താഴെ കമന്റ് ചെയ്യൂ.